നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ജാർഖണ്ഡിലെ സെറൈക്കെല ഗാർസ്വാൻ ജില്ലയിലെ ചാൻസിൽ അണക്കെട്ടിൽ നിന്ന് കാണാതായ 2 സീറ്റുള്ള വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ ഇന്ത്യൻ നേവി ഉദ്യോഗസ്ഥർ പുറത്തെടുത്തു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഈ ചെറു വിമാനത്തെ കാണാതായി എന്നൊരു വാർത്ത പുറത്തു വന്നിരുന്നു. പിന്നാലെയാണ് അന്വേഷണത്തിന് അവസാനമായി ഈ അണക്കെട്ടിൽ, ഈ ഡാമിനകത്തേക്കാണ് ഈ വിമാനം ഇടിച്ചു വീണത് എന്നാണ് മനസ്സിലാകുന്നത്. തുടർന്നാണ് ഇന്ത്യൻ നേവി ഉദ്യോഗസ്ഥർ ഈ വിമാനത്തെ അണക്കെട്ടിനകത്തു നിന്നും പുറത്തെടുത്തിരിക്കുന്നത്. ജംഷഡ്പൂരിലെ സൊനാരി എയറോഡ്രോമിൽ നിന്ന് പറന്നുയർന്ന വിമാനമാണ് കാണാതായിരുന്നത്. പൈലറ്റ് ക്യാപ്റ്റൻ ജീത് സത്രയും അതുപോലെ തന്നെ ട്രെയിനി പൈലറ്റ് സുബ്രോദീപ് ദത്ത എന്നിവരുടെ മൃതദേഹങ്ങളാണ് വ്യാഴാഴ്ച NDRF സംഘം കണ്ടെത്തിയിരുന്നത്. ഒരു ദിവസം മുമ്പ് സെസ്ന 152 വിമാനവും കണ്ടെത്തിയതിനു ശേഷം തിങ്കളാഴ്ച രാവിലെ 10 മണിയോടുകൂടി ചാൻഡിൽ അണക്കെട്ടിൽ ഇന്ത്യൻ നേവി സംഘം തിരച്ചിൽ ആരംഭിച്ചതായാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരുന്നത്. തിങ്കളാഴ്ച രാത്രിയാണ് അണക്കെട്ടിന്റെ 15 മുതൽ 18 മീറ്റർ താഴ്ചയിൽ നിന്ന് ബലൂണിന്റെ സഹായത്തോടുകൂടി നാവികസേന ഉദ്യോഗസ്ഥർ വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ പുറത്ത് എടുത്തത്. സൊനാരി എയറോഡ്രോമിൽ നിന്ന് പറന്നുയർന്ന ഉടൻ തന്നെ വിമാനം റിസർവോയറിൽ ഇടിക്കുകയായിരുന്നുവെന്നാണ് വ്യക്തമാകുന്നത്. എന്തായാലും അൽകെമിസ്റ്റ് ഏവിയേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്വകാര്യ ഏവിയേഷൻ കമ്പനിയുടേതാണ് വിമാനം. ഈ 2 മൃതശരീരങ്ങളും ഇപ്പോൾ പുറത്ത് എത്തിച്ചിട്ടുണ്ട്. ഏറ്റവും ദയനീയമായ വിവരം തന്നെയാണ് പുറത്തു വരുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിമാനം പോളണ്ടിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള മടക്കയാത്രയിൽ പാകിസ്ഥാൻ വ്യോമ അതിർത്തിയിലൂടെ കടന്നുപോയതായി ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ പൂർണ്ണമായും തെറ്റാണെന്ന വാർത്തയും ഇപ്പോൾ പരക്കെ പ്രസിദ്ധീകരിക്കുകയാണ്. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിമാനം രാവിലെ 10:15 പാകിസ്ഥാൻ വ്യോമ അതിർത്തിയിൽ പ്രവേശിച്ച് ഏകദേശം 46 മിനിറ്റ് അവിടെ തുടർന്നുവെന്നാണ് സിവിൽ ഏവിയേഷൻ അതോറിറ്റി വൃത്തങ്ങൾ അറിയിച്ചതായാണ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. വിമാനം ഇസ്ലാമാബാദിലെയും ലാഹോറിലെയും എയർ കൺട്രോൾ സോണുകളിലൂടെ നീങ്ങുന്നതിന് മുൻപ് അതിർത്തി പ്രദേശമായ ചിത്രാൽ കടന്നുപോയിട്ടുണ്ടെന്നാണ് വിവരം. ഒടുവിൽ 11:01 അമൃത്സർ വഴി ഇന്ത്യയിലേക്ക് പുറപ്പെട്ടുവെന്ന വിവരവും പുറത്തുവരുന്നു. അന്താരാഷ്ട്ര സിവിൽ ഏവിയേഷന്റെ സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ നടപടിക്രമങ്ങൾ കീഴിലാണ് ഈ വിമാനം അനുവദിച്ചത് എന്നാണ് CIA ഒരു ഉദ്യോഗസ്ഥർ ദി ന്യൂസിനോട് പറഞ്ഞിരിക്കുന്നത്. ഇത്തരം സാഹചര്യങ്ങളിൽ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല എന്ന അന്താരാഷ്ട്ര നിയമങ്ങൾ അനുശാസിക്കുന്നുമുണ്ട്. ബന്ധപ്പെട്ട രാജ്യത്തെ CAI മുൻകൂട്ടി അറിയിച്ചാൽ മാത്രം മതിയെന്നും ഉദ്യോഗസ്ഥർ വിശദീകരിച്ചു. 3ാം തവണയും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായതിനു ശേഷം നരേന്ദ്രമോദി 4 തവണ പാകിസ്ഥാൻ വ്യോമ അതിർത്തിയിൽ കണ്ടതായാണ് വൃത്തങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പത്രങ്ങൾ പറയുന്നത്. പക്ഷേ ഇത് പൂർണ്ണമായും തള്ളിയിരിക്കുകയാണ് ഇന്ത്യ.